നമസ്കാരം. ആസ്ട്രോളജി ടെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുക്കൈനീട്ടത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് നാളുകാരുടെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങിയാൽ നല്ലതാണ്. ഇത്തവണ മേടൻ 2-നാണ് വിഷുക്കൈനീട്ടം വാങ്ങി ഭഗവാനെ കണി കാണുന്നത് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിഷുക്കൈനീട്ടം വാങ്ങി ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ഈ കൈനീട്ടം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുക. അപ്പോഴാണ് സമ്പത്ത് നിങ്ങളെ തേടി വരുന്നത്. മേടം പിറക്കുന്നതോടുകൂടി കുറച്ച് നാളുകാർ സൗഭാഗ്യങ്ങൾ തേടി വരും. ഇവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നടന്നു കിട്ടുന്ന സമയവുമാണിത്. ഈ നക്ഷത്രക്കാർക്ക് വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയവുമാണിത്. ഈ ജാതകക്കാരുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയാൽ തന്നെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും. മേടം പിറക്കുന്നതോടുകൂടി കുറച്ച് നക്ഷത്രക്കാരെ സൗഭാഗ്യങ്ങൾ തേടി വരും. ഇവർക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നടന്നു കിട്ടും. വിഷുക്കൈനീട്ടം ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. അശ്വതി, ഭരണി, പുണർദം, കാർത്തിക, മകം, പൂരം, ചിത്തിര, തൃക്കേട്ട, രേവതി, തിരുവോണം, ഉത്രാടം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നാണ് വിഷുക്കൈനീട്ടം വാങ്ങേണ്ടത്. ഇനി പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങരുത്, ദോഷമാണ്. ആ നക്ഷത്രക്കാർ ഉത്രം, ആയില്യം, പൂരാടം, അത്തം, ചതയം ഈ നാളുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഉള്ളതും കൂടി നഷ്ടമാകും. വിഷുക്കൈനീട്ടം വാങ്ങി ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ്. ക്ഷേത്രങ്ങളിൽ പോയി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.